നമ്മുടെ നാട്ടിലൊക്കെ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് രുചിയിടങ്ങളുണ്ട്. എൻ്റെ നാട്ടിലുണ്ട് അങ്ങനെ ഒരിടം. അതൊരു തട്ടുകടയാണ്. അപ്പോൾ ആ തട്ടുകടയിലെ ഫുഡിനെ പറ്റി ആൾക്കാർക്ക് ഒരുപാട് നല്ല അഭിപ്രായങ്ങളാണ്. അപ്പോൾ അതെന്താണെന്നൊന്ന് അറിയണമല്ലോ. അപ്പോൾ ഇന്ന് അവിടേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ആദ്യമേ പറയാം. നെടുമങ്ങാട് നിന്ന് വലിയമല പോകുന്ന വഴിയിൽ കരിപ്പൂർ പനച്ചമൂട് ഭാഗത്താണ് ഈ തട്ടുകട ഉള്ളത്. നാട്ടുരുചി എന്നാണ് ഈ കടയുടെ പേര്. ആ പേരിൽ തന്നെ നമുക്കൊരു പുതുമ കാണാം. ഈ കടയുടെ മുന്നിലേക്ക് വരുമ്പോൾ കുറച്ച് ബോർഡുകൾ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നതാണ്. അതൊക്കെ ഇവിടുത്തെ പ്രധാന മെനു ഐറ്റംസുകളാണ്. ഓരോ ദിവസവും ഓരോന്നാണ്. അപ്പോൾ ഇന്നിപ്പോൾ കാന്താരി ഫ്രൈ ഉണ്ട്, മുളക് പുരട്ടുണ്ട്, പുട്ടുണ്ട്, പൊറോട്ട, ബീഫ്, ദോശ, രസവട, ഓംപ്ലേറ്റ്, ബോട്ടി, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളുണ്ട്. ചില ഐറ്റംസുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. അതിനകത്ത് ഒരുപാട് ഐറ്റംസുകളുണ്ട്. ഇതെല്ലാം കളർഫുള്ളായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. സംഭവം എന്തായാലും കാണാൻ കൊള്ളാം. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒന്ന് പോയിട്ട് വരാം. ആദ്യം ഇവിടുത്തെ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ഈ നാട്ടുരുചി എന്ന പേര് പോലെ തന്നെയാണ് അവിടുത്തെ രുചി. അങ്ങനെയെന്നാണ് പറയുന്നത് എല്ലാരും. എന്താണ് അങ്ങനെ ഒരു പേരിലേക്ക് എത്താനുള്ള കാര്യം? ഒരു വെറൈറ്റി നമ്മുടെ ആലപ്പുഴ, ഞങ്ങള് ആലപ്പുഴ 3-4 പേരായിട്ട് പാർട്ണർഷിപ്പായിട്ടാണ് കൊല്ലംകാവിൽ കട സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം കൊല്ലംകാവിലായിരുന്നു. അപ്പൊ നമ്മള് നിശ്ചയിച്ചൊരു പേരായിരുന്നു നാട്ടുരുചി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് കുറെ നാൾ മാറി എന്നിട്ട് ഇപ്പൊ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. എത്ര നാളായി തുടങ്ങിയിട്ട്? ഞാൻ ഈ ഫീൽഡ് ഇറങ്ങിയിട്ട് 8 വർഷമായി. 8 വർഷം. അതിന് മുമ്പ് കേറ്ററിംഗ് ആയിരുന്നു. നമുക്ക് എമറൈറ്റ്സ് കേറ്ററിംഗ് എന്ന് പറഞ്ഞ കേറ്ററിംഗ് ഉണ്ടായിരുന്നു. അതിന് കുടുംബത്തിന് മാമായി എല്ലാവരുമായിട്ട്. അതിനുശേഷം നമ്മുടെ ഹോട്ടൽ ഫീൽഡായി. ഇവിടെ പ്രധാനമായിട്ട് എന്തൊക്കെയാണുള്ളത്? ചിക്കൻ പെരട്ട്, ബീഫ് റോസ്റ്റ്, പോട്ടി, പോത്ത്, കപ്പ, അങ്ങനെ എല്ലാ ഐറ്റംസും. സിലോപ്പി കല്ല് പൊള്ളിച്ച് സിലോപ്പി, ഉണ്ടാവും ഡെയിലി. ഇപ്പം നമുക്കിപ്പോ ഒരാഴ്ച കൊണ്ട് മീൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഡെയിലി ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചിക്കൻ ഫ്രൈ ആണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. ചിക്കൻ ഫ്രൈ, പോത്ത് റോസ്റ്റ് നല്ല മൂവിങ് ഐറ്റംസ്. ഒരു 100 കിലോളം ചിക്കൻ ഡെയിലി മൂവിങ് പോകുന്നുണ്ട്. ശനി ഞായർ കൂടുതൽ. നമ്മള് പോത്താണെങ്കിലും പോത്തൊരു 10 കിലോ പോത്തും ഒരു 5 കിലോ ബീഫും നമുക്കിവിടെ ഇവിടെ കഴിക്കാനായിട്ട് ഇവിടെ രണ്ട് ടേബിൾ ഉള്ളൂ. പാഴ്സലാണ് ഏറ്റവും കൂടുതൽ. പാഴ്സലാണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ നമ്മൾ ചെയ്തതാണ്. എപ്പോഴാണ് ഇവിടെ ഓപ്പൺ ആവുന്നത്? 5 മണി മുതൽ സ്റ്റാർട്ടിങ്. 5 മണി മുതലാണ് തീരുന്നവരാ. രാത്രി തീരുന്നവരാ. ഒരു 9:30, 10 മണി ഡെയിലി ഉണ്ടാവും. എല്ലാം ചെയ്യുന്ന ചേട്ടനാണോ? പൊറോട്ട ഒഴിച്ച് ബാക്കിയെല്ലാം ചെയ്യുന്ന ഞാനാണ്. പൊറോട്ടയ്ക്ക് ഒരാളാണ്. ചിക്കൻ പെരട്ട് മൊത്തം ഐറ്റംസ് ചെയ്യുന്ന നിങ്ങളാണ്. അപ്പം കൂടെ സഹായിക്കാൻ വേറെ വൈഫുണ്ട്. മൂത്തവൻ വന്ന് സഹായിക്കും. വൈകിട്ട് രാത്രി തിരക്കുന്ന സമയത്തും സഹായിക്കും. അപ്പോൾ അവരും കുറച്ച് കഴിഞ്ഞാൽ സഹായിക്കും. ഈ തിളച്ച് മറിയുന്ന എണ്ണയിലേക്ക് ഇങ്ങനെ കോരി ഇടുന്നത് കാന്താരി മസാലയാണ്. അതിങ്ങനെ എണ്ണയിലിട്ട് ഇളക്കുമ്പോൾ അതിൻ്റെ ആ ഒരു എരിവും ഫ്ലേവറും ആ ചിക്കൻ പീസുകളിൽ അങ്ങനെ പിടിക്കും. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു എരിവ് ഇങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചു കയറും. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ചിലവുള്ള കാന്താരി ചിക്കൻ എന്ന സംഭവം. ഇത് ഇവിടുത്തെ ചിക്കൻ പെരട്ടാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇങ്ങനെ ഒരു ചിക്കൻ പെരട്ട് കിട്ടുന്ന ഒരു കട എൻ്റെ അറിവിൽ നെടുമങ്ങാട് ഭാഗത്തില്ലെന്ന് തന്നെ പറയാം. അതിൻ്റെ ആ ഒരു റെസിപ്പി അതാണ് ഈ പെരട്ടിനെ വ്യത്യസ്തമാക്കുന്നത്. ഈ ഇളക്കുന്നത് ബീഫ് റോസ്റ്റാണ്. അധികം കറിയില്ലാത്ത കുഞ്ഞ് ഗ്രേവിയാണ്. ഇതിങ്ങനെ ചെറിയ ചൂടിൽ തന്നെ അടുപ്പി കിടക്കും. ശരിക്കും റോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് പരുവം. സംഭവം സൂപ്പറാണ്. പിന്നെ പോത്ത് റോസ്റ്റ് ഉണ്ട്. അതും ബീഫ് റോസ്റ്റ് പോലെ ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. നല്ല ടേസ്റ്റുള്ള ഐറ്റം തന്നെയാണ്. ഇത് ഇവിടുത്തെ ബോട്ടി പെരട്ടാണ്. ഒരു കോമ്പിനേഷൻ പോലെ കൂടെ കപ്പയുണ്ട്. വൈകിട്ട് 5 മണി തൊട്ട് പൊറോട്ടയുടെ പരിപാടി ഇവിടെ തുടങ്ങും. ഇവിടുത്തെ പൊറോട്ട ആയാലും ചിക്കൻ ആയാലും ബീഫായാലും ഒന്നും പറയാനില്ല. എല്ലാം തന്നെ അത്യാവശ്യം വിലക്കുറവുമാണ് മറ്റ് കടകളെ വെച്ച് നോക്കുമ്പോൾ. ഈ വീഡിയോ കാണുന്നവരോട് നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ കടയിൽ വന്ന് ഫുഡ് വാങ്ങി കഴിച്ചിട്ട് ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. എപ്പോൾ വന്നാലും ഇതുപോലെ ചൂടോടെ ആവി പറക്കുന്ന സാധനങ്ങൾ. ഒരു 7 മണി സമയമാകുമ്പോഴേക്കും ദോശയുടെ പരിപാടി തുടങ്ങും. ഈ സമയത്താണ് കൂടുതൽ തിരക്കുണ്ടാവുന്നത്. പാഴ്സലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്നത്. നമ്മൾ നല്ല ഫുഡ് കൊടുത്താൽ അത് വാങ്ങാനും കഴിക്കാനും ആളുണ്ടാവും എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ നാട്ടുരുചി എന്ന ഈ തട്ടുകട. ചിക്കൻ ഫ്രൈക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത്. പ്രത്യേകിച്ച് കാന്താരി ചിക്കന്. പിന്നെ സാധാ ചിക്കൻ ഫ്രൈ ഉണ്ട്. ചില ഉള്ളത് കൊണ്ട് തന്നെ തീരുന്നതിനനുസരിച്ച് ഇങ്ങനെ എണ്ണയിലേക്ക് കോരി ഇട്ടുകൊണ്ടിരിക്കും.
നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കഴിയാം. ഇനി ഇവിടുത്തെ രുചി വിശേഷങ്ങൾ എന്താണെന്ന് ഇവിടെ കഴിക്കുന്നവരിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. നിങ്ങൾ എവിടെ നിന്നാണ്? ഞങ്ങൾ ഇവിടെ തന്നെ തൊട്ടടുത്താണ്. നിങ്ങൾ സ്ഥിരം വരുന്ന ആൾക്കാരാണ്? സ്ഥിരം വരുന്നതാണ്. നിങ്ങൾ എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടോ? ചിക്കൻ ഫ്രൈയും ചൂട് പൊറോട്ട. ചിക്കൻ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ്. ഫ്രൈയും അതേപോലെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് നമ്മളെ ഉള്ള പറയാം. ഇത് സൂപ്പറാണ്. നമ്മളെ ഈ കാന്താരി കൊണ്ട് വേണമെങ്കിൽ നോക്കിയോ. കാന്താരി കൊണ്ട് ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. കസ്റ്റമർ ആവും. ഇപ്പം ഈ രസമാവും ഇവിടെ വന്നാൽ കഴിക്കും. നല്ല ആഹാരമാണ്. എന്താണ് ഇവിടെ പ്രധാനമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം? ഓട്ടിയാണ് ഞാൻ കഴിക്കുന്നത്. ഇന്ന് നമ്മൾ മേടിച്ചിട്ടില്ല. ഇവിടുത്തെ ഫുഡിനെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഇനി നമ്മളൊന്ന് കഴിക്കട്ടെ. ഇതിപ്പോ എൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇപ്പം അരുണുണ്ട്, നമ്മുടെ സുഹൃത്ത് മണികണ്ഠനുണ്ട്. നമ്മളൊന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ ഇവിടുത്തെ വെറൈറ്റി കാന്താരി ചിക്കൻ ഉണ്ട്. ഞാൻ പല ആൾക്കാരെ ഞാൻ സ്ഥിരം ഒന്ന് കഴിക്കാറുള്ളത്. സ്ഥിരം കഴിക്കാറുള്ളപ്പോൾ എന്നോട് വേണം നീ ഇപ്പോഴും ഞാൻ നേരത്തെ ഉണ്ട് കഴിക്കാറുണ്ട്. അപ്പൊ എൻ്റെ ഒരാൾ വന്ന് പറഞ്ഞിട്ട് ഒരു സുഹൃത്തെന്ന് പറഞ്ഞു, സുഹൃത്തുക്കൾ എനിക്ക് പരിചയമില്ല, ഒരാളെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇവിടുത്തെ കാന്താരി ചിക്കൻ കഴിക്കുന്നു, എന്തൊരു വെറൈറ്റി സാധനം പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അത് സ്ഥിരം നാട്ടിലുള്ള സാധനമാണ്, അത്രയ്ക്ക് സൂപ്പറാണ് നിങ്ങളുടെ കാന്താരി ചിക്കൻ. അരുണിന് ദോശ വന്നിട്ടുണ്ട്, എനിക്ക് പൊറോട്ട വന്നിട്ടുണ്ട്. മണിയണ്ണന് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കാന്താരി ചിക്കൻ ബീഫിൻ്റെ ഒരു കഷ്ണം എടുക്കുന്നുണ്ട്. ഇത്രയും വിളിക്കണോ? ഇത്രയും വേണം. ആദ്യം വീട് അവൻ കഴിക്കട്ടോ. എങ്ങനെയുള്ളി നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. ബീഫ് ഒന്നും പറയാനില്ല, സൂപ്പർ. എടുക്കളി നോക്കട്ടെ. സാധാ ചിക്കൻ അല്ലേ? ചിക്കൻ ഫ്രൈ, ഈ കാന്താരി ചിക്കൻ, ഇത് നമ്മൾ സാധാ ചിക്കൻ ഫ്രൈ. രണ്ടിൻ്റെ ഒന്ന് ടേസ്റ്റ് നോക്കാം. ഒരു ചെറിയൊരു പീസ് എടുത്ത് ചമ്മന്തി കാന്താരി നോക്കാം. ആ മസാല ഈ ശകലം ഈ കാന്താരി മസാല ഇടും. വലിയൊരു എരിയില്ല, അത്യാവശ്യം ചെറിയൊരു ആ ഫ്ലേവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? ആ ഫ്ലേവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? ഫ്ലേവറാണ് കൂടുതൽ. അത് വെറൈറ്റി ടേസ്റ്റ് അല്ലേ? ആ ടേസ്റ്റാണ് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. സാധാ ഫ്രൈ ആണ്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പെരട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പം പെരട്ട് തീർന്നു പോയി. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ കൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കാരണം എങ്ങനെയുണ്ട്? അതാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് ചിക്കൻ കാന്താരി ചിക്കനാണ്. കാന്താരിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ബീഫോ? ബീഫും കൊള്ളാം. ഞാൻ ഒരു കാന്താരി ചിക്കൻ എടുക്കുകയാണ്. ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. ഞാൻ സ്ഥിരം കഴിക്കാറുണ്ട്, അതിനൊരു ടേസ്റ്റ് എന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ പീസ് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് വേണ്ട, ആ പീസ് വേണ്ട ഇങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ മസാല ഉണ്ടോ, അങ്ങനെ മസാല നിങ്ങൾ ചേർത്തിട്ട് അങ്ങനെ നമ്മൾ പൊറോട്ട ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അത് ഫിക്സ് ചെയ്ത് കുറച്ചിതായി ഞാൻ അത് ഫില്ല് ചെയ്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ മസാല ഇതൊക്കെ അങ്ങനെ ഫില്ല് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് മസാല അങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഒരു ബർത്ത്ഡേ ടേസ്റ്റാണ് അത്. ഇങ്ങനെ സ്വർഗം. പെച്ചമ്മ സഹിക്കില്ല കേട്ടോ. നിങ്ങൾ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ പെറോട്ട മേക്കറോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എവിടെ പോയാ? ഇല്ല, ഞാൻ പറഞ്ഞ വേറെ ആയിപ്പോടാ. ഇത് അത്ര ടേസ്റ്റ് ഉണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഇവിടുത്തെ സ്പെഷ്യൽ ലെമൺ ടീ ആണ്. സെറ്റ്
ചൂട് കാന്താരി ചിക്കൻ്റെ കൂടെ ചൂട് ലെമൺ ടീ. അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. ഫുഡൊന്നും പറയാനില്ല, സൂപ്പർ ഫുഡാണ്. എന്താണ് മണിയെന്ന് പറയാനുള്ളത്? എന്താണ് ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും കാന്താരി ചിക്കനാണ്. ചിക്കൻ ഫ്രൈയും കൊള്ളാം. ബീഫ് ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല, ഇന്ന് ആദ്യമായിട്ട് കഴിക്കുകയാണ്. ചിക്കൻ പെരട്ട് ഇവിടെ സംഭവം തീർന്നു പോയി. അപ്പം ചിക്കൻ പെട്ടും ഞാൻ കഴിച്ചിരുന്നു, ഇടയ്ക്ക് കഴിച്ചു. ബീഫും അതുപോലെ കാന്താരി ചിക്കനും മറ്റേ സാധാ ചിക്കനും. ബീഫ് ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് കഴിക്കണത്. ബീഫല്ല, പോത്ത്. അരുണ എങ്ങനെ ഉണ്ടാകും? എനിക്ക് കാന്താരി ചിക്കനും ബീഫും സൂപ്പറായിരുന്നു. ഇത് പറയാ ഞാൻ ഇതിന്റെ കൂടെ പറയാനുള്ളത് ഒരു ലെമൺ ടീ ഉണ്ട്. ലെമൺ ടീ സൂപ്പറാണ്. അത് സൂപ്പർ ഒരു വൈബാണ്. അപ്പൊ ഇതിന്റെ ഈ നമ്മുടെ ഈ ചൂടോടെ കഴിക്കുന്നതിന്റെ കൂടെ ലെമൺ ടീ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഒരു വൈബ്. ചൂടും ഒരു എരിയും കൂടെ വരുമ്പോ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് കിട്ടും. അത് വല്ലാത്തൊരു ഇതാണ്. സൂപ്പറാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഒന്ന് കഴിക്കണം. വേറെ ഒന്നും നമ്മൾ തള്ളണമല്ല, നിങ്ങൾ ധൈര്യമായിട്ടൊന്ന് കഴിക്കണം. ഇവിടെ കഴിച്ചാൽ നിങ്ങൾ വീണ്ടും വരും. അത്രയ്ക്ക് ഫുൾ നല്ല ടേസ്റ്റോടെ സാധനം. വീഡിയോ കണ്ട എല്ലാവരോടും ഒത്തിരി നന്ദി. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.